ഗുരുക്കന്മാരെക്കുറിച്ച് പറയും. ഗുരുക്കന്മാർ വിദ്യാർത്ഥികളല്ല ശിഷ്യന്മാരെ നേരിട്ട് ശാരീരികമായി ഉപദ്രവിക്കാൻ പാടില്ല. പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഗുരുവിന് കോപം വന്നാൽ ഈ ശിഷ്യന്മാരെ ഭസ്മമാക്കി കളയും എന്ന ധാരണ വിദ്യാർത്ഥിക്ക് വേണം, അല്ലെങ്കിൽ വിദ്യാർത്ഥി പഠിക്കില്ല. പക്ഷേ നേരിട്ട് ഉപദ്രവിക്കാൻ പാടില്ല. അതുകൊണ്ട് ദേഷ്യമുള്ളവരായി ഗുരുക്കന്മാർ അഭിനയിക്കേണ്ടതാണ് എന്ന് നമ്മുടെ ഗുരുവിൻ്റെ പെരുമാറ്റ സംഹിതകളിൽ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളിലുണ്ട്. ഇപ്പോൾ ഗുരുക്കന്മാർക്ക്, ഇപ്പോൾ ഒരു ഗുരുവിന് കോപം വന്നാൽ ഗുരു എന്ന സ്ഥാനത്തിന് അവൻ അർഹനല്ലാതെയാവും. പക്ഷേ ശിഷ്യന്മാർക്ക് ഗുരുവിന് കോപം വന്നതായി തോന്നണം. ഗുരുവിന് കോപം വരാനും പാടില്ല. ഗുരുവിന് കോപം വരാത്തൊരു ഗുരുവാണെങ്കിൽ ശിഷ്യന്മാർ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചയ്ക്ക് അപേക്ഷിക്കും. പഠിച്ചുകൊണ്ട് വരേണ്ടത് പഠിച്ചുകൊണ്ട് വരാതെ നാളെ ആവട്ടെ എന്ന് പറയും, മറ്റന്നാളാവട്ടെ എന്ന് പറയും. എന്തു പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവാണല്ലോ നമ്മുടേത് എന്ന് വിചാരിച്ചിട്ട് ശിഷ്യൻ്റെ ധർമ്മത്തിൽ അവർ ലോപം വരുത്തും. അപ്പോൾ ശിഷ്യധർമ്മ ലംഘനം ശിഷ്യന്മാർ നടത്താതിരിക്കാൻ വേണ്ടി സന്ദർഭാനുസാരമായി അവർക്ക് കോപം വരികയും അവർക്ക് ദുഃഖം വരികയും ഒക്കെ വേണം. ഇതൊക്കെ നമ്മുടെ ഭഗവാന്മാരും ഒക്കെ കാണിക്കും.